സംസ്ഥാനത്ത് ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ മത്സരിച്ച് പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 200 ലൈസൻസുകൾ പുതുതായി അനുവദിച്ചിരുന്നു. ഈ വർഷം ഇതുവരെ മാത്രം അനുവദിച്ചത് 97 ബാറുകളാണ്. ഇതിനൊപ്പം സംസ്ഥാനത്ത് വ്യാപകമായി ബിവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും തുറന്നിട്ടുണ്ട്. മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 29 813 ബിയർ പാർലറുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ 442 ബാറുകൾ തുറന്നുകൊണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ തുടക്കം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം മദ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ സർക്കാർ പിന്നീട് ബാറുകൾ തുറക്കാൻ മത്സരിച്ചു. 200 ബാറുകൾക്കാണ് സർക്കാർ ലൈസൻസ് പുതിയതായി നൽകിയത്. ഇതോടെ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 671 കുതിച്ചുയർന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്നതിന് കുറവുണ്ടായില്ല. ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കൂട്ടിയ സർക്കാർ അവശ്യ സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിലും മദ്യം യഥേഷ്ടം എത്തിച്ചു നൽകി. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 97 ബാറുകൾക്കാണ് പുതിയതായി ലൈസൻസ് നൽകിയത്. അതായത് നിലവിൽ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 801 വീണ്ടും വർദ്ധിച്ചു. തലസ്ഥാന ജില്ലയിലാണ് കൂടുതൽ ബാറുകൾ പ്രവർത്തിക്കുന്നത്. തൊട്ടുപിന്നിൽ എറണാകുളവും 3-ാം സ്ഥാനത്ത് തൃശ്ശൂരുമാണ്. അവശ്യ സാധനങ്ങളില്ലാതെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നോക്കുകുത്തിയാകുമ്പോഴാണ് ഓരോ പഞ്ചായത്തിലും മദ്യ ലഭ്യത പിണറായി സർക്കാർ ഇങ്ങനെ കരുതലോടെ ഉറപ്പാക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.